പ്രിയമുള്ളവരെ, സ്നേഹ നമസ്കാരം. കലയെയും കലാകാരനെയും അംഗീകരിക്കുന്നതിൽ ഒരിക്കലും നമ്മൾ മടി കാണിക്കാറില്ല. കല തന്നെ വിവിധങ്ങളായിട്ടുള്ള രൂപഭാവങ്ങളിൽ സമൂഹത്തിലുണ്ട്. വിവിധങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാരെയും ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ നോക്കാതെ ആരാധിക്കുകയും അവരെ ബഹുമാനിക്കുവാനും അവർക്ക് സമൂഹത്തിൽ വേണ്ട ഉന്നത സ്ഥാനങ്ങൾ നൽകുവാനും നമ്മൾ ഒരിക്കലും മടി കാണിക്കാറില്ല. ഒട്ടനവധി കലാരൂപങ്ങൾ സമൂഹത്തിൽ ഉണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ മനുഷ്യരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകമാണ് സംഗീതം. സംഗീതം തന്നെ വിവിധ തരത്തിലുണ്ട്. വിപ്ലവ ഗാനങ്ങള്, നാടക ഗാനങ്ങള്, ലളിത ഗാനങ്ങള്, സിനിമാ ഗാനങ്ങള്, അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള കച്ചേരികള്. അങ്ങനെ സംഗീതം നമ്മൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആസ്വദിക്കാറുണ്ട്. നമ്മുടെ ജീവിതം കടന്നു പോകുന്ന ഓരോ ദിവസവും ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരിയെങ്കിലും മൂളാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് കുറച്ചു നേരം ഇരുന്ന് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത്രയധികം സംഗീതം നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. സംഗീതം എന്ന് പറയുന്നത് പലപ്പോഴും വേദനാ സമയത്തും സന്തോഷ സമയത്തും നമ്മൾ ഒരുപോലെ തന്നെ ആസ്വദിക്കാറുണ്ട്. അതിൽ തന്നെ ദുഃഖഗാനങ്ങൾ കേട്ട് ദുഃഖങ്ങളെ മറക്കുവാനും ആഹ്ലാദിക്കുന്ന സമയത്ത് നല്ല അടിപൊളി പാട്ടുകളിട്ട് ആനന്ദിക്കുവാനും ഒരിക്കലും നമുക്ക് മടിയുണ്ടായിട്ടില്ല. ആ സംഗീതത്തിന്റെ അതേപോലെ തന്നെ പ്രാധാന്യമാണ് അത് അവതരിപ്പിക്കുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കാറ്. സംഗീതം മനസ്സിനെ സ്വാധീനിച്ചതുപോലെ തന്നെ സംഗീതം ആലപിക്കുന്നവര് നമ്മുടെ മനസ്സിനെയും അതിനേക്കാൾ ഉപരി സ്വാധീനിക്കാറുണ്ട്. പല ഗായകന്മാരെയും ഗായികമാരെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവരാണ് എന്നും നമ്മൾ. അതുപോലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീത കച്ചേരി നടത്തുന്ന മഹാരഥന്മാരെ എപ്പോഴും ഗുരുതുല്യരായി കാണുവാൻ, അവരെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഗുരു എന്ന രീതിയിൽ തന്നെ പറയുവാനും യാതൊരു മടിയും നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഗുരു ദക്ഷിണാമൂർത്തി സാറിനെയൊക്കെ വളരെയധികം ബഹുമാനത്തോടും ആരാധനയോടും ഇന്നും ജനങ്ങൾ കാണുന്നത്. ആസ്വാദനത്തിന്റെ ശൈലികൾ മാറിയ ഈ പുതുയുഗം വന്നപ്പോൾ ഈ കേരളത്തിലെ യുവതി യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു നല്ല ഗായകനാണ് ഹിരൺദാസ് മുരളി. അദ്ദേഹത്തിന്റെ ചടുലമായ ഭാഷാ വൈദഗ്ധ്യവും ആലാപനത്തില് വേറിട്ടു നിൽക്കുന്ന ശൈലിയും മലയാളത്തില് യുവതി യുവാക്കളെ അത്രയധികം ആകർഷിച്ചു. പലപ്പോഴും നിയന്ത്രണാതീതമായ രീതിയിൽ യുവാക്കളും യുവതികളും ഈ വേദികളെ ഇളക്കിമറിക്കുന്ന ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് ആനന്ദ നൃത്തം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഹിരൺദാസ് മുരളി എന്ന ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എല്ലാവരും അറിയണമെന്നില്ല. എന്നാൽ വേടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ പാട്ടുകാരനെ അറിയാത്തതായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം: അദ്ദേഹത്തിന്റെ വിഭാഗത്തെയോ അദ്ദേഹത്തിന്റെ മതപരമായ ജാതിപരമായ യാതൊരു ചിന്തയും കൂടാതെ നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റ് നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരുപാട് തവണ കേൾക്കുന്ന വ്യക്തിയാണ്. 1863 ഓഗസ്റ്റ് മാസം 28 ജനിച്ച് 1941 ജൂൺ 18 അന്തരിച്ച മഹാത്മാ അയ്യങ്കാളി 77 വർഷം അദ്ദേഹം ജീവിച്ചപ്പോൾ അധസ്ഥിത വർഗമെന്ന് മറ്റുള്ളവർ മുദ്രകുത്തിയ സാധാരണ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം വില്ലുവണ്ടി സമരത്തിലൂടെ ആ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വിദ്യാഭ്യാസപരമായി പുരോഗതി നൽകുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ജീവിത ശൈലി കൊണ്ട്, ജീവിത ദർശനങ്ങൾ കൊണ്ട് താഴ്ന്ന വിഭാഗമെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു വിഭാഗത്തിനെ കൈപിടിച്ചുയർത്തിയ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട്, ആ നല്ല പ്രവൃത്തി കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന ആ സ്വാതന്ത്ര്യത്തിന്റെ സുഖാനുഭൂതി അനുഭവിക്കുവാൻ സാധിക്കാതെ പോയ ആ മഹാരഥന് നമ്മൾ നൽകിയ പേരാണ് മഹാത്മാ അയ്യങ്കാളി. ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആരാധന കൊണ്ട്, അദ്ദേഹത്തോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് ഈ ധീരനായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളിയോട് പോലും താരതമ്യം ചെയ്യുവാൻ യാതൊരു മടിയും നമുക്കുണ്ടായില്ല. ഇതിന്റെയൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം അദ്ദേഹത്തിന് നിറഞ്ഞു നിൽക്കുന്ന സംഗീതം തന്നെയാണ്. നല്ല ചടുലമായ വാക്കുകളും ആ ഗംഭീരമായിട്ടുള്ള രചനാ വൈഭവവും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇടപെട്ടുപോയ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവിക്ക് തന്നെ ദോഷമാകുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിവിടെ ഞാൻ പറയാൻ കാരണം, ഒരു വേദിയിൽ പ്രഭാഷണം നടത്തുന്ന സമയത്ത്
ഞാൻ അറിയാതെ തന്നെ ഈ വേടന്റെ കാര്യം ആ വേദിയിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ വരികളും നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഞാൻ ആ ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഇയാൾ ഉപയോഗിക്കുന്ന ഈ ശൈലി അതൊരു പക്ഷെ തെറ്റാണ്, അത് സമൂഹത്തിന് തിന്മ നൽകുന്ന ഒരു സന്ദേശം മാത്രമാണ് ഉണ്ടാവുക എന്ന്. ഇത് പറഞ്ഞ് ഈ പ്രഭാഷണ വേദിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പ്രായമായിട്ടുള്ള ഒരു വ്യക്തി എന്നോട് വന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് വേടനോട് ഇത്ര ദേഷ്യമെന്ന്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഭവമാണ്. കാരണം ഞാൻ ആ വേദിയിൽ പറഞ്ഞത് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പാട്ടുകളെയും പാട്ടിലെ ഓരോ വരികളെയും എനിക്ക് അത്രയധികം ഇഷ്ടമാണെന്നാണ്. പക്ഷെ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ചില ശൈലികള്, ലഹരി ഉപയോഗിക്കുന്ന ആ ഒരു വിഷയം, അതിനെയാണ് സമൂഹത്തിന് നന്മയായിട്ട് തീരില്ല, അത് ദോഷമായിട്ട് തീരൂ എന്ന് പറയുവാനുള്ള കാരണം. അത് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു മനസ്സിലാക്കി. ഒരിക്കലും വേടന്റെ മാർഗം ശരിയല്ല. അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹത്തിന്റെ ആ പ്രാഗൽഭ്യവും നല്ല വഴിക്കായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സ്വീകരിക്കുവാൻ ഈ ലോകത്തില് ഇനിയും ഒരുപാട് ആൾക്കാരുണ്ടായാൽ. നിർഭാഗ്യവശാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും മറ്റൊരു കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. സാധാരണ വന്ന ചെറിയ വിഷയങ്ങളെക്കാൾ ഉപരി ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്തായാലും കോടതിയും അതിന്റെ വഴിക്കും കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ എനിക്ക് പറയുവാനുള്ളത്, ആസ്വാദനം, ആരാധന, ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷെ ആസ്വദിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും നമ്മൾ ആരാധിക്കുന്ന വ്യക്തിയുടെ മാർഗങ്ങൾ ശരിയല്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കുവാനും തീർച്ചയായിട്ടും അത് വിമർശിക്കുവാനുമുള്ള അധികാരവും അവകാശവും നമുക്ക് തന്നെയാണ്. കാരണം നമ്മൾ അവരെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും അവരുടെ മാർഗം തെറ്റാണ് എന്ന് പറയുവാനുള്ള ആർജവം കൂടി നമ്മൾ കാണിക്കുന്നത്. ആ മാർഗം കൂടി ശരിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകം അറിയപ്പെടുന്ന വളരെ വലിയൊരു കലാകാരനായി തീരുവാനുള്ള യോഗം ഉള്ള ഒരു വ്യക്തി തികച്ചും നിസാരമായിട്ടുള്ള ഒരു ദുർമാർഗത്തിലൂടെയുള്ള സഞ്ചാരം കൊണ്ട് ഒന്നുമല്ലാതായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുക. ആരാധനയോടെ നോക്കിയിരുന്ന പലരും ഇന്ന് അദ്ദേഹത്തെ തിരിച്ചു പറയുന്ന ഒരു അവസ്ഥയുണ്ടായത് ഒറ്റ മാർഗം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മാർഗം ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം. ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നിരവധി ആൾക്കാരോടും നമുക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ആരാധിക്കുന്ന വ്യക്തിയുടെ ദുർമാർഗങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ഒഴിവാക്കിയിരിക്കണം. അല്ല എങ്കിൽ അതൊരു പക്ഷേ നാളെ സമൂഹത്തിന് തന്നെ വലിയ വിപത്തായിട്ട് മാറുന്നതായിരിക്കും. സമൂഹത്തിന് നന്മ നൽകുവാൻ, സമൂഹത്തിന് നല്ല അറിവ് നൽകുവാൻ, സമൂഹത്തിന് നേർവഴിക്ക് നടത്തുവാൻ ഒരുപാട് കഴിവുള്ളവരാണ് കലാകാരൻ. അവരുടെ പാത പിന്തുടർന്നു വന്ന് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യുവാൻ ഈ ലോകത്ത് സാധിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ട് ഇന്ന് ഹിരൺദാസ് മുരളി എന്ന വളർന്നു വരുന്ന നല്ലൊരു കലാകാരൻ അപകടത്തിലായിരിക്കുന്നു. ഇനി നാളെയും ഒരു കലാകാരനും ഇതുപോലത്തെ ദുർമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അപകടത്തിലാവാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാം. എന്റെ ആഗ്രഹവും അതുപോലെ തന്നെയായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു, നല്ല ആരാധനയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകള്, ആ രചനാ വൈഭവം എപ്പോഴും ഞാൻ എന്റെ സുഹൃത്തുക്കളോടും കാര്യങ്ങളോടും തുറന്നു പറയാറുള്ളത് തന്നെയാണ്. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ കഴിവിനെ ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ആ മാർഗത്തെ തടയേണ്ടി വന്നു, പലപ്പോഴും സംസാരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ മാർഗം പറഞ്ഞതിന്റെ പേരിൽ പലർക്കും ഞാൻ ഈ വേടന്റെ ശത്രുവാണ് എന്ന് വരെ തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ എന്നെ പോലത്തെ ഒരു സാധാരണ ആരാധകനെ കൊണ്ട് ഈ വേടന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നറിയാം. പക്ഷേ സംഭവിക്കുന്നത് ഞങ്ങളുടെയൊക്കെ മനസ്സിലെ വേദനയാണ്. എന്നെ പോലെ അനേകങ്ങളുടെ മനസ്സിൽ വേടൻ എന്ന് പറയുന്ന, ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന അതുല്യനായിട്ടുള്ള കലാകാരൻ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭാവം ഞങ്ങളുടെ ഉള്ളിൽ വല്ലാത്ത വേദന തന്നെയാണ്. ഇനി ഒരു അഭ്യർത്ഥന മാത്രം എല്ലാ കലാകാരന്മാരോടും, എല്ലാ ആരാധക വൃന്ദങ്ങളോടും, നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന, സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ആരും ചെയ്യാതിരിക്കണം. നാളെയും നല്ല കലാകാരന്മാരുണ്ടാവുകയും അവർ സമൂഹത്തിന് നന്മകളായിട്ടുള്ള ഒട്ടനവധി പ്രവൃത്തികൾ ചെയ്യുവാനും സാധിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.